ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് രാവിലെ അല്ല കുറച്ച് വൈകി ഒരു 8-9 മണിയായി. ഓക്കെ, അപ്പം നമ്മളിന്ന് സൈക്കിളെടുത്ത് കുറച്ച് ദൂരം, അതായത് എത്ര ദൂരം എന്നറിയില്ല, കുറച്ച് ദൂരം പോകാൻ പോവാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് വലിയപറമ്പ് വരെ പോകണം. അതായത് വലിയപറമ്പ് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പം അവിടെ വരെ പോകണം എന്നാണ് എൻ്റെ ഒരിത്. സോ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല. സോ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഇറങ്ങാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സ്ട്രാവിങ് കൂടെ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, പോവാം. വേറൊരു റോഡ് കയറി നമ്മൾ 3 കിലോമീറ്റർ കവർ ചെയ്തു. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ചവിട്ടി അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. ഞാൻ ചവിട്ടി പോവാം. മഴയില്ലാത്തതുകൊണ്ട് സീനില്ല. അല്ലെങ്കിൽ നമ്മളെ ഷൂ ഒക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റണ്ണിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂ ആണ് സൈക്ലിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഈ ഷൂ കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഉണക്കി എടുക്കേണ്ടി വരും. ഇപ്പം മഴയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉണങ്ങുകയും ചെയ്യില്ല. ഒന്ന് കുറേ ദിവസം പിടിക്കും ഉണങ്ങുന്നത്. എന്തെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ സമയം പിടിക്കും, അതാ പ്രശ്നം. പിരാക്കി ഇപ്പം വെയിൽ വന്നപ്പോൾ ഒടുക്കത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പകുതിക്കെത്തുമ്പോൾ ഒരു ടീമായി എൻ്റെ ബാക്കിൽ 2 ആളും കൂടി ഉണ്ട്. സോ എന്നെ തോൽപ്പിക്കാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല, എല്ലാം വെറുതെ പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ടീമായിട്ട് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, നമ്മുടെ മുന്നിൽ വണ്ടികൾ പോയാലോ, അതായത് നമ്മൾ സൈക്കിൾ ഓടിച്ച് നടക്കുന്ന സമയത്ത് വണ്ടികൾ പോയാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കിൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയാലോ നമുക്ക് ഈഗോ അടിക്കും. നമ്മൾ തോൽപ്പിച്ച് അടങ്ങുന്നില്ലേ, ഇതൊക്കെ വരും. അത് പണ്ടൊക്കെ ഒരു കാലം. ഓക്കെ, അങ്ങനെയാണ്. വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ല വെയിലാണ്. തിരിച്ചു വരുന്ന വഴിക്കനി ഹെവി മഴയാണെങ്കിൽ പെട്ടു എന്ന് വെച്ചാൽ നല്ല പെടൽ വിടും. കാരണം അതായത് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ പോലെ എനിക്ക് കോട്ടിന് പാൻറ്റില്ല. അപ്പം നമുക്ക് കാൽഭാഗത്തോട്ട് അങ്ങോട്ടിൽ ഫുള്ള് നനയും നമ്മൾ. ഓക്കെ, എന്തായാലും നനയും. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 6 കിലോമീറ്ററായി നമ്മൾ ഇങ്ങനെ ചവിട്ടുന്നു. തിരിച്ചു പോകുമ്പോൾ 10 കിലോമീറ്റർ കടക്കും നമ്മൾ, ഉറപ്പാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. മുന്നിലെടുത്തും പോകുന്നുണ്ട്, നമുക്ക് അവനെ തോപ്പിച്ചാലാ. ഇടയിലക്കാട് എത്തി. ഓക്കെ, സോ നമ്മൾ സ്കൂട്ടിയൊക്കെ എടുത്ത് ഞാനും കാർത്തിക്കാനന്ദും എല്ലാം വരുന്നത്, ഞാനും സംഗീതം വരലുണ്ട്, എല്ലാവരും വരുന്നൊരു കടവായത് ഞാൻ സംഭവം. സോ നമ്മളെ സൈക്കിൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഇതേ തണലിലെ സ്ഥലം കണ്ടില്ലോ, അങ്ങോട്ട് ഫുള്ള് വെയില, ഫുള്ള് നല്ല വെയില. അത് നമ്മളിവിടെ അർപ്പിക്കാം. പക്ഷെ അങ്ങോട്ട് പോവാം. കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അത്രയേ ഉള്ളൂ. ഈ ബണ്ട് ഫുള്ള് തീരുന്നവരെ നമുക്ക് പോകണ്ടു. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകണം. ഇവിടുന്ന് ഹൗസ് ബോട്ട് സർവീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല. സോ ഇതാ വലിയൊരു ഹൗസ് ബോട്ട് ഇവിടെ നിർത്തിയിട്ട്, അതിൻ്റെ ബാക്കിലൊന്നും കൂടി ഉണ്ട്. നമ്മളെ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നുള്ള വീത നിങ്ങളങ്ങനെ കാണുന്നില്ലേ, അതെന്ന് വെച്ചാൽ കല്ലുമ്മക്കായൻ്റെ കൃഷിയാണ്. പിന്നെ നമ്മൾ വന്ന വഴിയായിരിക്കില്ല പോകുന്നത്, വേറെ റൂട്ട് പിടിക്കാം. ഓക്കെ, വേറെയും വഴിയുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. സോ പോകുന്ന വഴിക്ക് ഞാൻ വെള്ളം എടുത്തില്ല, വെള്ളം വാങ്ങുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്യണം. ഓക്കെ, വെക്കാൻ സ്ഥലമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വയറും കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടിവെച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് മുമ്പോട്ട് പോകില്ല, കാരണം വെച്ചാൽ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട്. വലിയ ഐഡിയ ഒന്നുമല്ല, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, കാരണം ട്രൈപോഡ് വെക്കാൻ സ്ഥലമില്ല.
അതായത് നമ്മളെ ബോട്ടിൽ വെക്കുന്നിടത്ത് നമ്മൾ ഇത് വെച്ചു, ഏതാ കോട്ട് വെച്ചു, റെയിൻ കോട്ട് വെച്ചു. അപ്പം വേറെ ഏത് സ്ഥലവുമില്ല ഈ സൈക്കിളിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിക്കർ വാങ്ങിക്കണം, നമുക്ക് എന്തെങ്കിലും ചുറ്റി ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ അത് വാങ്ങിക്കണം, അല്ലാണ്ട് പരിപാടി നടക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കേണ്ടി വരും. പക്ഷെ ഇതൊരു വെറൈറ്റി ലുക്ക് പോലെ ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ. അതാണ് സംഭവം. ഈ 0.5 വീഡിയോ എടുക്കുമ്പോഴേ കൈ നമ്മൾ ഏറ്റവും സൈഡിലോട്ട് പിടിക്കണം ഫോണിൻ്റെ. അപ്പോൾ അവിടെയാണ് നമുക്ക് ചെറിയ ട്രൈപോഡിൻ്റെ എല്ലാം ആവശ്യം വരുന്നത്. ഇങ്ങനെയാണ്. ഇവിടെ അടുത്ത മരമില്ലുണ്ട്. ആ മരമില്ലത്തെ മരം കഷ്ണങ്ങളും എന്നൊക്കെ പറയും. മരക്കഷ്ണങ്ങളും കാര്യങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയം. ഇപ്പം ഇതാണ് നമ്മളെ കടവ്. സോ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങാം. പിന്നെ ഇത്ര ദൂരം വരുമ്പം കിട്ടുന്നൊരു പണിയെന്ന് വെച്ചാൽ ചെയിൻ പൊട്ടിയാലോ അല്ലെങ്കിൽ ടയറിന് എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നോളാം. 6-7 കിലോമീറ്റർ വെച്ച് നടന്നോളാം. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു ഈ സോ എന്നുള്ള എനിക്ക് മാറ്റണമെന്ന്. പക്ഷേ ഞാൻ അറിയാണ്ടാണ് ഈ സോ എന്ന് പറയുന്ന കാര്യം വരുന്നത്. എനിക്ക് പറയാൻ കിട്ടുമ്പോഴാണ് അത്, പറയാണ്ട് കിട്ടാണ്ട് നിൽക്കുമ്പോഴാണ് ആ സോ ഞാൻ എടുത്തിടുന്നത്. അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്ന. ഓക്കെ, അങ്ങനെ നമ്മൾ ചവിട്ടി ഒരു പുഴേൻ്റെ സൈഡിൽ വെച്ചിട്ടാണുള്ളത് സൈക്കിള്. സോ ഇതാണ് ആ പുഴ. ഓക്കെ, ഇതിൻ്റെ ഇവിടുന്ന് ഒരു പാലം കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനക്കൊന്ന് ഇവിടുന്ന് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് തോന്നുന്നു, കണ്ടോ ചൂണ്ടയുടെ. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ വീട്ടിലേക്കാണ്. അതായത് എവിടെയും നിർത്തുന്നില്ല. ഇനി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തില്ല. അതായത് ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി, 11 മണി കഴിഞ്ഞു. നമ്മൾ 9 സംതിങ്ങിന് കഴിഞ്ഞതാണ്. ഓക്കെ, 9 മണി കഴിഞ്ഞ് നിൽക്കുക എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. 11:10. സോ നമ്മളങ്ങനെ എത്താനായി. വീണ്ടും സോ പറഞ്ഞു കുഴപ്പമില്ല. നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കാം. ഒട്ടുക്കത്ത് ചവിട്ടില്ല. അപ്പോൾ നമ്മളെ കാല് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. നല്ലോണം വെച്ചാൽ നല്ലോണം വേദന എടുക്കല്ലേ. നമ്മൾ ഇത്രയും ഇതിനെക്കാട്ടും കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്. കണ്ണൂർ വരെ ചവിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 58-60 കിലോമീറ്ററിൻ്റെ അടുക്കൊക്കെ ഉണ്ട് തോന്നുന്നു. അത് ഒരു സൈഡാണ് 58 കിലോമീറ്റർ എന്നാണ് തോന്നുന്നത്. അത്രയും നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടി തളർന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അതായത് സീറ്റ് ഉണ്ട്, നിങ്ങൾ സീറ്റുമ്പോൾ കുറച്ച് നേരം എന്നാൽ നിങ്ങൾക്ക് അറിയും, നല്ല വേദനയാണ്. കുറച്ചങ്ങ് ചവിട്ടി കഴിയുമ്പോൾ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 11:36. നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ചായക്കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ഇവിടുന്ന് അടുത്ത വീട്, അപ്പം വേഗം വിടാം. ഓക്കെ, ഈ ഒരു മരം കണ്ടോ, ഈ വില്ലാൽ, ഇതിൻ്റെ മുകളിൽ കാനാക്കൻ എന്ന് പറഞ്ഞ പക്ഷീൻ്റെ കൂടുണ്ടായിരുന്നു പണ്ട്. അതായത് ഈ മരത്തിൻ്റെ ഏറ്റവും മുകളിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. സോ എന്തിനാണ് ആ പക്ഷി ഇതിന് മുകളിൽ, അതായത് ഇത്ര വലിയ മരത്തിന് മുകളിൽ കൂട് കെട്ടുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഇതിനങ്ങോട്ട് കടല. അപ്പം അവിടുന്ന് കടൽ കാണണം കാനാക്കാന്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൂട് കെട്ടുന്നത്. എന്തിനാ വെച്ചാൽ തീറ്റ ശേഖരിക്കാനും തിന്നാനും എല്ലാം അതിന് കടൽ കാണണം. അതായത് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അപ്പുറം കടലിൻ്റെ അടുത്ത് കാണണം. കാനാക്കാനിന് അത് കാണും. അങ്ങനത്തെ സ്ഥലത്ത് അത് കൂട് കെട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ശരിക്കും അറിയില്ല അതുകൊണ്ടാണോ, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു വലിയ കേസ്. ഇപ്പം സമയം 11:55. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി, നമ്മളെ റൈഡും കാര്യങ്ങളും കഴിഞ്ഞിട്ട്. സോ അപ്പം സൈക്കിൾ ഇവിടെ തറവാട്ടിൽ വെച്ചിട്ടുണ്ട്. സോ നമ്മളുള്ളതും തറവാട്ടിലാണ്. അപ്പം നമ്മൾ ഇന്ന് റൈഡ് ചെയ്ത കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്തു സക്സസ്ഫുള്ളി. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും കിലോമീറ്റർ ആവുമെന്ന്. പക്ഷേ 20 കിലോമീറ്റർ നമ്മൾ സ്ട്രാവ് ഓണാക്കി വെച്ചായിരുന്നു. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ല ഓണാക്കിയത്, കുറച്ച് അങ്ങ് എത്തിയിട്ടാണ് ഓണാക്കിയത്. അപ്പം 20 കിലോമീറ്റർ നമ്മൾ ഫുൾ സ്ട്രാവയിൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 20 കിലോമീറ്റർ നമ്മൾ ഇന്ന് ഓടിച്ചു. ഈ സൈക്കിളിന് ഭാഗ്യത്തിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നില്ല. ഞാനൊരു ചെയിൻ പൊട്ടലോ അല്ലെങ്കിൽ ടയറ് പഞ്ചറാവലോ പ്രതീക്ഷിച്ചു.
പക്ഷെ ഭാഗ്യത്തിനൊന്നും വന്നില്ല. അതുകൊണ്ട് സേഫായി വീട്ടിലെത്തി. ചെറിയൊരു മഴ കൂടി കിട്ടി. ഓക്കെ, കുഴപ്പമില്ല, വേഗം നിന്നായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിലെത്തുകയും ചെയ്തു ആ കറക്റ്റ് സമയത്തിന്. ഓക്കെ, ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് അറിയാലോ നാളെ കാണാം. ഓക്കെ.